2004 യൂറോ ഫൈനൽ തോൽവിക്ക് ശേഷം ഇതിഹാസമായ ഫിഗോക്ക് പിന്നിൽ തലതാഴ്ത്തി നിന്ന് കരയുന്ന ആ മനുഷ്യനെ കാണും വരേക്കും. അന്നോളം ആ പോർച്ചുഗീസ് ജനത കാണാത്തൊരു വെളിച്ചമുണ്ടായിരുന്നു അവന്റെ കണ്ണിൽ. പിന്നീട് അവർ തോൽവികൾക്ക് മുമ്പിൽ തകർന്നു പോയിട്ടില്ല. പിറന്ന നാടിന്റെ ദുരിതസ്ഥിതി ഓർത്ത് കരഞ്ഞിട്ടില്ല. പെലെയെപ്പോലൊരു രാജാവോ മർഡോണയെപ്പോലൊരു ദൈവമോ പുസ്കാസിനെ പോലൊരു ഇതിഹാസമോ എന്തുകൊണ്ട് ഈ ദ്വീപ് സമൂഹത്തിന്റെ മണ്ണിൽ പിറവികൊണ്ടില്ലെന്ന ചോദ്യത്തിനുത്തരം അന്നവർ അറിഞ്ഞു തുടങ്ങിയിരുന്നു. ഇതിഹാസങ്ങൾ പിറവിയെടുക്കുന്നതല്ല, ജീവിതം കൊണ്ട് രചിക്കപ്പെടുന്നതാണ്. യൂറോപ്യൻ ചക്രവ്യൂഹങ്ങളെ തടുക്കുവാൻ ആ ജനത ഒരു അഭിമന്യുവിന് വേണ്ടി ആഗ്രഹിച്ചു. വിധി അവർക്കൊരു കാവൽ മാലാകയെ നൽകി. അഭിമന്യുവും ഒരു പരിധിവരെ തോറ്റുപോയവൻ തന്നെയല്ലേ. നാഷണൽ ടീമിന്റെ പിറവിക്ക് ശേഷം അന്ന് തൊട്ട് 9 പതിറ്റാണ്ട് തീരും വരേക്കും ശ്മശാന മുഖത നിറഞ്ഞ ഒരു ട്രോഫി കേസ് മാത്രമുണ്ടായിരുന്ന ഐബീരിയൻ ദ്വീപിന്റെ കൊച്ചുറാണിക്ക് അസാധ്യമായ യൂറോ കൊണ്ടും അഭിമാനമായ നാഷൻസ് ലീഗ് കൊണ്ടും കിരീടം ചാർത്തിക്കൊടുത്തവനല്ലേ അവൻ.